നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ ആദ്യം പറയുന്നത് കുറച്ച് വിജയികളെ പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. നാരായണീയ ദിനത്തിൻ്റെ അന്ന് നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഇഷ്ടപ്പെട്ട ദശകം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, അതിൽ നിന്ന് 5 വിജയികളെ തിരഞ്ഞെടുത്തിട്ട് നാരായണീയൻ തന്നെ സമ്മാനമായിട്ട് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 5 പേരുടെ പേരുകളാണ് ഇപ്പോൾ വായിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് ശ്രീകല AS 1652, ഈ ID എന്നാണ് കേട്ടോ മെസ്സേജ് ആ കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ശ്രീകല AS. രണ്ടാമത്തെ ആള് പങ്കജാക്ഷൻ നായരാണ് കേട്ടോ. പങ്കജാക്ഷൻ നായർ U9Q എന്ന് പറഞ്ഞിട്ടുള്ള ID എന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒന്ന് സഹിമ VM എന്നാണ് പേര്. അടുത്തത് ഷീജ രാജൻ C1M. ഷീജ രാജൻ C1M എന്ന് പറഞ്ഞിട്ടുള്ള ID എന്നാണ് കേട്ടോ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് ഷിഗോ ഷാസ് 1718. ഷിഗോ ഷാസ് 1718. അപ്പോൾ ഈ 5 പേരുടെയും ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവരെന്തായാലും വീഡിയോ കാണും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിഷ്ണുവിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. കാരണം അഡ്രസ്സൊക്കെ ലഭിച്ചാലല്ലേ നമുക്ക് ഇത് അയച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ നാരായണീയം. അപ്പോൾ വീഡിയോ കാണുന്നവർ ഈ 5 പേര് തീർച്ചയായിട്ടും വിഷ്ണുവിൻ്റെ മെസ്സേജ് അയക്കണം കേട്ടോ. 9846937939. ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ. അപ്പോൾ വിജയികളായവർക്ക് അഭിനന്ദനങ്ങൾ കൂടെ പറയാൻ കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ 5 പേർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ദിവസമായില്ലേ നമ്മളിത് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാത്തിരിക്കുന്നവർക്ക് ഈ 5 പേരാണ് വിജയികളായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് നാരായണീയം അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു കഥയാണ് കേട്ടോ. ഒരു അമ്മയുടെയും മകൻ്റെയും കഥയാണ്. നമ്മൾ ഹൈന്ദവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ തന്നെയാണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരവും കൂടെ പറയണ്ടേ. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അലങ്കാരത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ, ചെറിയൊരു ഉണ്ണിയാണ് കേട്ടോ, ആ പൊന്നോടക്കുഴലിൽ, ഭഗവാന്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴലിൽ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന രീതിയിലായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഓടക്കുഴലിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളെല്ലാവരെയും ഭഗവാൻ അങ്ങനെ ചേർത്ത് നിർത്തണം എന്നല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അതേപോലെ തന്നെ ഭഗവാനോട് ചേർന്ന് നിന്നോളൂ കേട്ടോ. ഭഗവാനോട് ഏറ്റവും അടുപ്പമുള്ളവരായിട്ടിരിക്കാനായിട്ട്, ഭഗവാനോട് എപ്പോഴും സംവദിക്കുന്നവരായിട്ട്, എപ്പോഴും നാമം ചൊല്ലുന്നവരായിട്ട് ഇരിക്കാനായിട്ട് എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ആ ഓടക്കുഴൽ പോലെ എല്ലാവരെയും ഭഗവാൻ ചേർത്ത് നിർത്തട്ടെ. അപ്പോൾ ഭഗവാന്റെ ആ ഓടക്കുഴൽ, പൊന്നോടക്കുഴലിൽ പിടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇന്ന് നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ. ഒരു അമ്മയുടെയും മകൻ്റെയും കഥ എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആര്യാമ്പ എന്നാണ് കേട്ടോ അമ്മയുടെ പേര്. മകനാണ് ശങ്കരാചാര്യർ. ഇവർ 2 പേരുടെയും കഥയാണ് പറയാനായിട്ട് പോകുന്നത്. ശങ്കരാചാര്യരെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ 32 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് നമുക്ക് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതമാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ചെറുപ്പം മുതലുള്ള കാര്യമാണ്. 8 വയസ്സ് സമയത്താണ് അദ്ദേഹം സന്യാസത്തിനായിട്ട് പോണത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം പുലർച്ചെ ഇദ്ദേഹം പോകണം. ചെറിയ കുട്ടിയാണ് കേട്ടോ, 8 വയസ്സേ പ്രായമുള്ളൂ. അപ്പോൾ ആ മുറിയിൽ നിന്ന് ഇങ്ങനെ വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തൻ്റെ മകൻ ഇതുവരെ ഉറങ്ങിയില്ലേ, ഇനിയിപ്പോൾ അവൻ ഉണർന്നിരിക്കുന്നുണ്ടായിരിക്കുമോ, പഴയ ഓർമ്മകളിലേക്കൊക്കെ കടന്നിരിക്കുന്നുണ്ടായിരിക്കുമോ, അതോ ഇപ്പോഴും ആ പുസ്തകം എന്ന് പറയുന്നത് ഓലക്കെട്ടുകളാണ് കേട്ടോ, താളിയോലകൾ, അതൊക്കെ നോക്കിയിരിക്കുകയായിരിക്കുമോ. ഈ അമ്മ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിരിക്കുക. കാരണം ചെറിയ മകനാണ് ഈ പോകുന്നതേ. അപ്പോൾ ഈ അമ്മയുടെ മനസ്സിലേക്ക് പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജനലൊക്കെ തുറന്നിട്ടപ്പോൾ അവിടെ നെൽവയലുകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഈ തുരുത്തുകൾ പോലെ വെളിച്ചങ്ങളൊക്കെ കാണുന്ന കാലടി ഗ്രാമം ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിലോ ഈ നെല്ലിൻ്റെ തുമ്പത്തൊക്കെ മിന്നാമിനികളൊക്കെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പഴയ കാലത്തിലേക്ക് ഇങ്ങനെ പോയിട്ടോ. ഈ അമ്മയും ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ ശങ്കരാചാര്യരുടെ പിതാവ് ശിവഗുരു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇവർ 2 പേരും കൂടിയിട്ട് ആ കുഞ്ഞുണ്ണീനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നതൊക്കെ ഓർമ്മ വരിക. ഈ പിതാവ് ഈ മകനെ തോളിലിരുത്തിയിട്ട്, ചെറിയുണ്ണിയാണ് കേട്ടോ, അവിടെ ഇങ്ങനെ ആ മിന്നാമിനുകളൊക്കെ ഇങ്ങനെ പറത്തിക്കൊണ്ട് നടക്കുന്നതൊക്കെ ഈ അമ്മയുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ഈ കുട്ടി ഉണ്ടാകുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. അതായത്
വിവാഹമൊക്കെ കഴിഞ്ഞ് കുറേ വർഷം കുട്ടികളില്ലാതെ അവർ ദുഃഖമൊക്കെ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വടക്കുംനാഥൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞിനെ ഇവർക്ക് ലഭിക്കണത്. അപ്പോൾ ഇദ്ദേഹമാണെങ്കിലോ ഈ ഭർത്താവ്, അതായത് ശിവഗുരു, അദ്ദേഹം കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. ആ മരിക്കുന്നതിന് മുൻപായിട്ട് ആര്യമ്പേരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ വടക്കുംനാഥനെ ഇപ്പോൾ നോൻപൊക്കെ നോറ്റിട്ടാണ് കേട്ടോ ഈ കുഞ്ഞ് ജനിക്കണത്, 48 ദിവസം. അപ്പോൾ 48ാമത്തെ ദിവസം ഈ ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ, അതായത് ശിവഗുരുവിൻ്റെ സ്വപ്നത്തിലെ ദക്ഷിണാമൂർത്തി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അത്രേ, നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് അസാമാന്യ പ്രതിഭാശാലിയായിട്ടുള്ള കുഞ്ഞായിരിക്കും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ, അതായത് ചുരുങ്ങിയ കുറച്ചേ ആയുസ് ഉണ്ടായിരിക്കുള്ളൂ, അങ്ങനെയല്ല, എന്നാലും ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ അവന് ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വേദങ്ങളുടെ വീണ്ടെടുപ്പ്, അങ്ങനെ ഒരു കാര്യം ദക്ഷിണാമൂർത്തി സ്വപ്നത്തിൽ വന്നിട്ട് ഈ ശിവഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ആര്യാമ്പേരടുത്തും ശിവഗുരു മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ അമ്മയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ സത്യമാവുകയാണോ എന്നുള്ള ഒരു ചിന്ത ആ അമ്മയുടെ മനസ്സിലേക്ക് വന്നു. ഈ അമ്മയുടെ മനസ്സിൽ ഒരു സങ്കട കടൽ തന്നെയാണ് ഇരമ്പറുണ്ടായിരുന്നത്. കുഞ്ഞിനെ പിരിയാൻ പോകുന്ന ആ ഒരു സങ്കടമാണ്. അപ്പോൾ കുഞ്ഞിനോട് പോകരുത്, മോനോട് പോകരുതെന്ന് ഈ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനും കുറേ കരഞ്ഞു, അമ്മയും കുറേ കരഞ്ഞു, പക്ഷെ പോകാതിരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള പോലെ, അത് തൻ്റെ വഴി സന്യാസമാണെന്ന് ഈ മകൻ തീരുമാനിച്ചതുപോലെയാണ് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെയും ഇങ്ങനെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരികയാണ്. ഈ തന്നെ മച്ചി എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നത്, അവരുടെയൊക്കെ മുന്നിലൂടെ താൻ തല ഉയർത്തി പിടിച്ച് നടന്നിരുന്നത്, പിന്നെ ഈ കുഞ്ഞിനെ പാലൂട്ടി ഉറക്കിയത്, അവന് ലക്ഷ്മി സ്തുതികൾ ചൊല്ലിക്കൊടുത്തത്, എന്നിട്ട് വടക്കുംനാഥൻ്റെ അടുത്തേക്ക് ആ പാടവരമ്പത്തൂടെയൊക്കെ പോയത്, അതേപോലെ ഈ ഗ്രന്ഥക്കെട്ടുകളുണ്ടല്ലോ അതൊക്കെ ഇവൻ പഠിച്ചെടുത്തത്, കഴിഞ്ഞ വർഷം ഉപനയനം നടത്തിയത്, ഇതൊക്കെ ഈ അമ്മയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു. അപ്പോൾ ഈ കുട്ടീനായിട്ട് പോകുന്ന സമയത്തൊക്കെ എല്ലാവരും പറയും, എന്തൊരു തേജസ്സായി കുട്ടിയുടെ മുഖത്ത്, എന്തൊരു അനുഗ്രഹമുള്ള കുട്ടിയാന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മയ്ക്ക് തന്നെ ഒരു അഭിമാനം വരും, തൻ്റെ മകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അപ്പോഴും അമ്മയുടെ മനസ്സിൽ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു രത്നമാണോ തനിക്ക് ഈ മകൻ എന്നുള്ള ചിന്തയൊക്കെ വരും കേട്ടോ. കാരണം അമ്മമാരെ നഷ്ടപ്പെടാനായിട്ട്, കുട്ടികളെ നഷ്ടപ്പെടാനായിട്ട് അമ്മമാർ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പോൾ പിന്നെയും ഇങ്ങനെ ചേർത്ത് പിടിക്കും. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ, അതായത് ശങ്കരനാണെങ്കിൽ, എല്ലാ ദിവസവും അതിരാവിലെ എണീച്ചിട്ട് അമ്പലത്തിൽ പോകും, പിന്നെ ഭിക്ഷയ്ക്ക് പോകും. അതായത് സന്യാസമാണ് തൻ്റെ വഴി എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയാണ് ഈ ശങ്കരൻ പെരുമാറുന്നുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു ചെറിയ പ്രായത്തിലും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ, വിധവയായിട്ടുള്ള ജ്ഞാനാമ്പാളിൻ്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് പോയി കുഞ്ഞു ശങ്കരൻ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ ഒരു നെല്ലിക്ക മാത്രമാണ് ശങ്കരന് കൊടുത്തത് കേട്ടോ. അത് കൊടുത്തപ്പോൾ ലക്ഷ്മി സ്തുതി ചൊല്ലി അവിടെ വെച്ചിട്ട്. അങ്ങനെ ആ ഇല്ലം മുഴുവൻ കനക നെല്ലിക്കകൾ പൊഴിഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഈ അമ്മയ്ക്ക്, അമ്പലത്തിലെ പൂജാരി പറഞ്ഞിട്ടേ. അപ്പോൾ അമ്മ വിചാരിച്ചു, അതായത് തൻ്റെ മകൻ്റെ കനകധാര എന്നുള്ള ഒരു സ്തുതി ചൊല്ലിയപ്പോൾ ദേവി അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത്, അത്രയേറെ ദൈവികതയുള്ള കുഞ്ഞാണെന്നുള്ളത് ഈ അമ്മയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ ഈ അമ്മ മകനോട് ഇതൊന്നും ചോദിക്കാൻ പോയില്ല കേട്ടോ. കാരണം എന്ത് ചോദിച്ചാലും അവസാനം സംസാരം ചെന്നെത്തുക സന്യാസത്തിലാണ്, തനിക്ക് സന്യസിക്കാൻ പോകണമെന്നാണ് കുട്ടി പറയുക. അമ്മയ്ക്കാണെങ്കിൽ അത് താല്പര്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണ് ഇവരുടെ എല്ലാ സംസാരം അവസാനം സന്യാസത്തിലേക്ക് എത്തും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കുളിക്കാനായിട്ട് ആറ്റിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ മുതലയൊക്കെ ഉള്ള ഒരു ആറായിരുന്നു. അപ്പോൾ അമ്മ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അതിന് നടുക്കിലേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇറങ്ങിയ സമയത്താണ് ഈ കുട്ടിയുടെ കാലിലെ മുതലെങ്ങനെ പിടിച്ചു വലിച്ചു. അങ്ങനെ കുട്ടി കരയാൻ തുടങ്ങി, അമ്മയെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ മുതൽ പിടിച്ചു കൊണ്ട് കരയാൻ തുടങ്ങിട്ടോ. അങ്ങനെ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നില്ല, കാരണം അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുസരണക്കേട് കാട്ടിയോന്ന് പറഞ്ഞിട്ട് അമ്മയും മുറക്കി ശങ്കരാന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുക. അങ്ങനെ ഈ കുട്ടി പറയാണ്, അമ്മേ എൻ്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരൂ, ആപത് സന്യാസം സ്വീകരിച്ചിട്ട് ഞാൻ മരണപ്പെട്ടു എന്ന് കരുതിക്കോളാം, അമ്മ ഒന്ന് സമ്മതിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംശയിച്ച് നിൽക്കാൻ, ശങ്കിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. അമ്മ വേഗം അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അതായത് സന്യാസം സ്വീകരിച്ചോളൂ എന്നുള്ള ആ ഒരു സമ്മതമാണ് അമ്മ അവിടെ അറിയിച്ചത്. അതാണ്ട പറഞ്ഞ ഉടനെ മുതല പിടിയാ വിട്ടു. അമ്മ ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴാണ് അമ്മയ്ക്ക് തോന്നിയത് ശരിക്കും കുഞ്ഞിൻ്റെ കാലിൽ വന്ന് പിടിച്ചത് ദക്ഷിണാമൂർത്തി ആയിരുന്നു എന്ന്. അതായത് കുഞ്ഞിനെ സന്യാസത്തിലേക്ക് വിടാതെ പിടിച്ചു നിൽക്കുന്നത് ആ മുതല ശരിക്കും താൻ തന്നെയാണ്, അമ്മ തന്നെയാണ് എന്നുള്ളൊരു ചിന്ത ആ അമ്മയ്ക്ക് വന്നു. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാണ് തൻ്റെ ഒരു സമ്മതം, തൻ്റെ അമ്മയുടെ സമ്മതം ലഭിച്ചിട്ടേ കുട്ടി എന്തും ചെയ്യുള്ളൂ, അത് അറിഞ്ഞുകൊണ്ട് തരുകയും വേണം. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സാധാരണ രീതിയിലൊന്നും ആ ഒരു സമ്മതം ഉണ്ടാകില്ല. അപ്പോൾ ഭഗവാൻ തന്നെ വന്ന് അതങ്ങോട്ട് സമ്മതിപ്പിച്ചെടുത്തു. അത് അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ 6ൽ നിന്ന് തിരികെ കയറി വന്നപ്പോൾ ഈ മകൻ്റെ മുഖത്ത് ദിവ്യമായിട്ടുള്ള ഒരു തേജസ്സാണ് അമ്മയ്ക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്ന് അറിയില്ല, രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു കേട്ടോ. ഇനി പോകരുതെന്ന് പറയാനായിട്ട് അമ്മയ്ക്ക് സാധിക്കില്ല, കാരണം അമ്മ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സമ്മതം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അന്ന് രാത്രി
പറഞ്ഞയക്കുകയാണ് മകനെ. പിറ്റേ ദിവസം അതിരാവിലെ പറഞ്ഞയക്കാൻ ഒരു വിളക്കൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ പോകുന്ന സമയത്ത് ശങ്കരൻ വന്നിട്ട് അമ്മയുടെ കാലിൽ വീണിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഇത് അനുഗ്രഹം വാങ്ങുകയാണ്. ആ സമയത്ത് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാ ഉള്ളത്, എനിക്ക് കൂട്ടിന് ആരാണുള്ളത്, ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്ത്യകർമ്മങ്ങൾ ശേഷക്രിയകളൊക്കെ ചെയ്യാനായിട്ട് ആരാണുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, എനിക്ക് പോകണം എന്ന് തന്നെയാണ് ഉള്ളത് അമ്മ. പക്ഷെ അമ്മ എപ്പോൾ നനച്ചാലും ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് ആ ഒരു സമയം ഞാൻ ഓടിയെത്തും അമ്മയുടെ അടുത്തേക്ക്, അമ്മ ഒന്നുകൊണ്ടും സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒന്നും അമ്മയ്ക്ക് പറയാനായിട്ട് സാധിക്കണില്ല, ഇനി കരയില്ല എന്ന് അമ്മ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് മകനെ യാത്രയേക്കാണ്. ഒരു വെളിച്ചം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എന്നും രാവിലെ അമ്പലത്തേക്ക് പോകുമല്ലോ, അതേപോലെ യാത്രയേക്കാണ്. ഇനി എന്നാണ് മകൻ തിരിച്ച് വരികയെന്ന് അറിയില്ല കേട്ടോ. മകനാണെങ്കിലും പിറകിലേക്ക് തിരിഞ്ഞു നോക്കാതെയാണ് നടന്നുകൊണ്ട് പോകുന്നത്, തൻ്റെ അമ്മയെ ഭഗവാനെ ഏൽപ്പിച്ചുകൊണ്ട്. ഇനി എന്നാണ് തിരികെ വരിക എന്നറിയില്ല, മനസ്സിലെ അമ്മയോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ആ മകൻ പിന്തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ദക്ഷിണാമൂർത്തിയുടെ അവിടെ നിന്ന് ശംഖനാദം കേൾക്കുകയാണ്. അപ്പോൾ ക്ഷേത്രനട തുറന്നിരിക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ തന്നിൽ ഏർപ്പിച്ചിരിക്കുന്ന ആ പൊരുൾ തേടാനായിട്ടാണ് ശങ്കരൻ യാത്രയായിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ദിശ നോക്കിയിട്ട് നടക്കാനായിട്ട് തുടങ്ങി. അതൊരു നീണ്ട യാത്രയായിരുന്നു. വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ അമ്മയാണെങ്കിലോ എല്ലാ ദിവസവും മകനെ ഇങ്ങനെ, അതായത് മകൻ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും അമ്മയ്ക്ക് മകനെ മനസ്സിൽ കാണണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായില്ല. കാരണം എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോൾ മകനെ ഇവിടെ എത്തുന്ന അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല. രാവിലെ വന്നിരിക്കും, അങ്ങനെ രാത്രി അങ്ങനെ സന്ധ്യ ആകുന്നവരെ കിളികളൊക്കെ എന്നെ തിരികെ കൂടാണെങ്കിൽ വരെ ഇങ്ങനെ കാത്തിരിക്കും തൻ്റെ മകനെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അത്രയേ ഉള്ളൂ. കാരണം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു മകൻ എന്തിനു വേണ്ടിയിട്ടാണ് പോയത്, ആ ഒരു ദൗത്യം അവൻ നിറവേറ്റട്ടെ, ഒരു മുതലയെ പോലെ പിറകിരുന്ന് വലിക്കാനായിട്ട് ഇനി ഞാൻ നിൽക്കില്ല. അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുക. അപ്പം മകനെ കുറിച്ചുള്ള ആ വാർത്തകളും അമ്മയുടെ കാതുകളിലായിട്ട് എത്തുന്നുണ്ടായിരുന്നു. തൊഴാനായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ പല സന്യാസിമാർ അവരൊക്കെ ഇങ്ങനെ വന്നു പോകുമല്ലോ, അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശങ്കരൻ ദക്ഷിണാമൂർത്തിയുടെ അവതാരം തന്നെയാണ്, എന്തൊരു തേജസ്സുള്ള കുട്ടിയാണ്, വളർന്നു വലുതായിരിക്കും കേട്ടോ, കുട്ടിയല്ല കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ ഒരു പ്രായത്തിനുള്ളിൽ എന്തോരം ശ്ലോകങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്വൈത സിദ്ധാന്തമൊക്കെ ഭാരതം തന്നെ കീഴടക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മ ഇങ്ങനെ കേൾക്കും. ആ അമ്മയുടെ ഒരു ഭാഗ്യം എന്നൊക്കെ അവർ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നല്ല അഭിമാനമൊക്കെയാണ് ആ ഒരു അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ വർഷങ്ങൾ, ഈ 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചുല്ലോ, എന്ത് പെട്ടെന്ന് 20 വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കണേ. അപ്പോൾ ഈ മകനെക്കുറിച്ചുള്ള ആ ഒരു ആവലാതി ഉണ്ടാകുമല്ലോ, മകനെ കാണാതിരിക്കുന്ന ആ ഒരു സങ്കടം. അപ്പോൾ ഈ സങ്കടത്തിലൊക്കെ ഈ അമ്മയാണെങ്കിൽ പെട്ടെന്ന് രോഗിയായിട്ട് തീർന്നു കേട്ടോ. അങ്ങനെ അത്രയും വയ്യാതായിട്ട് കിടക്കുന്ന സമയത്ത്, രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഇനി മരണഭയമൊക്കെ വന്നു തുടങ്ങിയിട്ടോ. അമ്മയ്ക്ക് മനസ്സിലായി ഇനി അധിക കാലം ഇല്ല എന്നുള്ളത്. അപ്പോൾ തന്നെ മകനെ കാണണം എന്ന് ശരിക്കും അമ്മ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശങ്കര മകനെ എന്ന് ഉറക്കെ വിളിച്ചു കേട്ടോ. അപ്പോൾ ആ വിളിച്ച സമയത്ത് ശങ്കരൻ ഇത് ശൃംഗേരി മഠത്തിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ ശങ്കര എന്നുള്ള വിളി കേട്ടത്. പെട്ടെന്ന് അദ്ദേഹം നിന്നു. മനസ്സിൽ അമ്മ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് വന്നു. അമ്മയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്തും എല്ലായ്പ്പോഴും ആലോചിക്കും, അമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കുമോ, സുഖമായിട്ടായിരിക്കും, അത് അസുഖമൊന്നും ഇല്ലാതെ ആയിരിക്കുമോ ഇരിക്കുന്നുണ്ടായിരിക്കുക, അമ്മ തന്നെ വിളിക്കണത് എത്രയോ തവണ സ്വപ്നത്തിൽ കണ്ടിരിക്കണം. അപ്പോഴൊക്കെ പോകണം എന്ന് വിചാരിച്ചതാ, പക്ഷെ അതിന് സാധിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ അങ്ങനെ വിളിക്കുന്നത്. അതിനിടയിൽ ഒരിക്കൽ പോലും അമ്മ തന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം എന്നുള്ള ഒരു ചിന്തയാണ്. ആ 20 വർഷം പുറകിലേക്ക് പോയി പെട്ടെന്ന് ശങ്കരൻ. അതായത് അമ്മ തന്നെ യാത്ര അയക്കുന്ന ആ ഒരു രംഗമൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ദക്ഷിണാമൂർത്തി എന്നെ എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുക്കൽ എത്തിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ പിന്നെയും ഉറക്കെ വിളിച്ച സമയത്ത് തൊട്ട് മുന്നിൽ അതാ നിൽക്കുന്നു ശങ്കരൻ. തേജസ്വിയായിട്ടുള്ള, അന്ന് പോയ ചെറിയ കുട്ടിയൊന്നല്ല കേട്ടോ, വലിയ ഒരു സന്യാസിയായിരിക്കണം, ഒരു ആചാര്യനായിട്ടാണ് തൻ്റെ മകൻ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത്. ശങ്കരൻ വന്നിട്ട് ആര്യാമ്പയെ കണ്ടപ്പോൾ താൻ അന്ന് കണ്ടിട്ടുള്ള ആ ഒരു ആരോഗ്യവതിയായിട്ടുള്ള അമ്മയൊന്നും ആയിരുന്നില്ല. ശരീരമൊക്കെ ശോഷിച്ച് മെലിഞ്ഞുണങ്ങിയിട്ട് ഒരു വൃദ്ധരൂപം, ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ. അങ്ങനെ അമ്മയുടെ താഴെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ആ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്തിട്ട്, നെഞ്ചിലാണെങ്കിലോ മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കടൽ തന്നെ ഇരമ്പുന്നുണ്ട് ശങ്കരൻ്റെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അമ്മയ്ക്കാണെങ്കിലോ മരണസമയത്ത് തൻ്റെ മകൻ എത്തും എന്നുള്ള ഒരു വാക്ക് മകൻ പാലിച്ചല്ലോ, ആ ഒരു തിളക്കം ആ കണ്ണുനീരിലും അമ്മയുടെ മുഖത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല, കാരണം അമ്മ 9 മാസം, എത്രയോ വർഷം കുട്ടികളില്ലാതെ ഇരുന്നിട്ട് 9 മാസം വയറ്റിൽ ചുമന്നിട്ടാണ്
എന്നെ പ്രസവിച്ചത്. എന്നിട്ട് എൻ്റെ മലമൂത്ര വിസർജനങ്ങളൊക്കെ അമ്മയ്ക്ക് ശയ്യായിട്ട് തീർന്നിട്ടുണ്ടായിരിക്കില്ലേ, അതൊക്കെയും അമ്മ ഇത് കൈകൊണ്ടും എല്ലാമായിട്ട് അമ്മ ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ. പിന്നെ എന്നെ ഗുരുകുലത്തിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചു, എൻ്റെ കൂടെ കളിക്കാനായിട്ടും എൻ്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. എന്നെ കൊഞ്ചിച്ചുകൊണ്ട് എനിക്ക് അസുഖങ്ങൾ വന്നപ്പോൾ അത് എന്നെ പരിചരിച്ചുകൊണ്ടൊക്കെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു കൊടിയ വേദനയിലും എന്നെ അമ്മ സന്യാസത്തിന് വേണ്ടി പറഞ്ഞയച്ചു, എനിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇതാ എനിക്കൊന്നും അമ്മയ്ക്ക് വേണ്ടി ചെയ്ത് തരാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ അമ്മയുടെ മരണസമയത്ത് അമ്മയ്ക്ക് ഒരിറ്റ് വെള്ളം നൽകാനായിട്ട്, അമ്മയുടെ കാതുകളിൽ രാമനാമം മോതാനായിട്ട് അമ്മയുടെ മകൻ ഇതാ എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കരനെ അവിടെ ഇരുന്നിട്ട് കരഞ്ഞു തുടങ്ങിട്ടോ. അപ്പോൾ ആ അമ്മ ശങ്കരനെ അടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുത്തിട്ട് പറയാണ്, അതൊന്നും സാരമില്ല മകനെ, നിന്റെ ദൗത്യമാണ് നീ ചെയ്യാനായിട്ട് പോയത്. എന്നാലും അമ്മയോട് നീ പറഞ്ഞ വാക്ക് നീ പാലിച്ചുവല്ലോ. എൻ്റെ മരണസമയത്ത് എൻ്റെ അടുത്തേക്ക് എത്താമെന്ന് നീ പറഞ്ഞത് ചെയ്തുവല്ലോ. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്ന് ആ അമ്മ പറയാണ്. അങ്ങനെ ശങ്കരൻ തൻ്റെ അമ്മയുടെ പാദങ്ങളെ ഇങ്ങനെ നമസ്കരിച്ച് അവയെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മാപ്പ് എന്ന് പറഞ്ഞു. കാരണം ഒരിക്കലും തൻ്റെ ഒരു ജീവിതം കൊണ്ട് ആ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മാപ്പ് അർഹിക്കാത്ത ഒരു കാര്യമാണ് താൻ ചെയ്തത്. ഒരിക്കലും തനിക്ക് മാപ്പ് നേടാനായിട്ട് സാധിക്കില്ല എന്ന് നല്ല ഉറപ്പ്, ആ ഉറപ്പോട് കൂടിയിട്ടാണ് പറയണത്. അപ്പം അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ, എന്തായാലും നീ വന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മ മകൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്കൊരു ശ്ലോകം ചൊല്ലിത്തരൂ, എനിക്ക് പോകാനായിട്ട്, എനിക്ക് മടങ്ങാനായിട്ട് സമയമായിരിക്കുകയാണെന്ന്. അപ്പോഴാണ് ശങ്കരനും അത് ശ്രദ്ധിച്ചത്, തൻ്റെ അമ്മയ്ക്ക് പോകാനായിട്ടുള്ള സമയം അടുത്തിരിക്കണമെന്ന്. ഇനി ഒരിക്കലും തനിക്ക് തൻ്റെ ഒരു ജീവിതം കൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, മാപ്പ് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അദ്ദേഹം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്ലോകം ചൊല്ലാനായിട്ട് പോകുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു മുറിയിൽ ഒരു പ്രത്യേക പ്രഭ ചുരിഞ്ഞു എന്നാണ് പറയണത്. മഹാവിഷ്ണുവിൻ്റെ ദൂതന്മാർ ശംഖുചക്ര ഗദാപത്മത്തോടു കൂടിയിട്ട് അവിടേക്ക് വന്നു എന്ന്. ആ ഒരു വിശ്വരൂപം ദർശിച്ചുകൊണ്ടാണ് ഈ ശങ്കരൻ ശ്ലോകം ചൊല്ലുന്നത്. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണിം, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരിം, സമസ്താപരാധം ക്ഷമാസ്വാഖിലേശം, മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഹാസം, കരേ ചാരുചക്രം സുരേശാഭിവന്ദ്യം, ഭുജംഗേ ശയാനം ഭജേ പത്മനാഭം, ഹരേരണ്യദേവം നമന്യേ എന്ന് ചൊല്ലിക്കൊടുക്കണം. വിഷ്ണു ഭുജംഗ പ്രയാണമാണ് ചൊല്ലിക്കൊടുക്കണത് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം ആദ്യം ഇദ്ദേഹം വിഷ്ണു ഭുജംഗ പ്രയാണം മാത്രമല്ല എഴുതിയിരിക്കണത്, അദ്ദേഹം ശൈവഭുജംഗ പ്രയാണവും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ചൊല്ലിക്കൊടുത്തപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങളൊക്കെയാണ് വന്നതെന്ന്. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് പേടിയായി ഇത്രേ. അയ്യോ ഞാൻ ഇവരെ കൂടെ ഒന്നും പോകില്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണുവിൻ്റെ ചൊല്ലിക്കൊടുത്തപ്പോൾ വിഷ്ണുദൂതന്മാരാണ് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് എഴുന്നള്ളിന്ന്. അപ്പോഴും അമ്മ പറഞ്ഞത്, അയ്യോ ഇതൊക്കെ പുരുഷന്മാരല്ലേ, ഞാൻ പോകില്ല എന്ന് പറഞ്ഞു ഇത്രേ. അങ്ങനെ ദേവിയുടെ ചൊല്ലിക്കൊടുത്തപ്പോഴാണ് സ്ത്രീകൾ വന്നത്. അങ്ങനെ അവരുടെ കൂടെയാണ് അമ്മ പോയത് എന്നും കഥയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാനെ മാത്രമേ ഞാൻ നമസ്കരിക്കുള്ളൂ എന്നാണ് ഭഗവാന്റെ ആ ഓരോരോ ആയുധങ്ങളെയെല്ലാം നമസ്കരിച്ചുകൊണ്ടാണ് ചൊല്ലുന്നത്. അങ്ങനെ ഭഗവാനിലേക്ക് ഈ അമ്മ യാത്രയായി എന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് ശങ്കരൻ്റെ കഥ, ശങ്കരാചാര്യരുടെയും ആര്യാമ്പയുടെയും കഥ കേട്ടോ. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ വിജയികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആ വിജയികളായവർ വിഷ്ണുവിന് മെസ്സേജ് അയക്കാം. പിന്നെ നമുക്ക് ഇന്നലത്തെ നാമജപം കൂടെ പറയാനുണ്ട്, 2 ദിവസത്തെ പറയാനുണ്ട് കേട്ടോ. ഈ 2 ദിവസവും കൂടിയിട്ട് 6,50,513 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, താലപ്പൊലി അടുത്ത് വരികയാണ്. ജനുവരി 5-ാം തീയതിയാണ് പിള്ളേർ താലപ്പൊലി ഉള്ളത്. അതിൻ്റെ ബുക്കിംഗ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ ഓരോരോ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഓരോരോ പറ നിറയ്ക്കണത്. അപ്പോൾ അതും ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഏത് പറയാണ് വെക്കേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച്, ഫലസിദ്ധിയെക്കുറിച്ചിട്ട് ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും കൂടെ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നെല്ലുകൊണ്ട് പറവയ്ക്കുന്നത് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ സമർപ്പിക്കുന്നവരുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അരി കൊണ്ട് പറവയ്ക്കുന്നത് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മലരുകൊണ്ട് പറവയ്ക്കുന്നത് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഠിക്കാത്ത കുട്ടികൾ, പഠിപ്പിൽ പിന്നോക്കം നിൽക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് മലരുകൊണ്ട് പറവയ്ക്കും. പിന്നെ അരിയുടെ പറഞ്ഞു. പിന്നെ പൂവ് കൊണ്ട് പറവയ്ക്കുന്നത് ഭക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നിർമ്മലമായിട്ടുള്ള നിഷ്കാമമായിട്ടുള്ള ഭക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പൂപ്പറ വെക്കുന്നത്. പിന്നെ ഒന്നാണ് മഞ്ഞൾപ്പൊടി പറ, അത് വെക്കുന്നത് രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏത് തരത്തിലുള്ള അസുഖങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി കൊണ്ട് പറവയ്ക്കണത്. പിന്നെ ഒന്നാണ് ശർക്കരയും പഴവും ഉപയോഗിച്ച് പറവയ്ക്കണത്, അത് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് ശർക്കരയും പഴവും പറവയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഒന്നാണ് കുങ്കുമപ്പറ,
അത് ഇത് വിവാഹം കഴിഞ്ഞവർക്ക് അതായത് ദീർഘ സുമംഗലിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുങ്കുമം കൊണ്ട് പറ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ഏത് പറ വേണമെങ്കിലും സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ വിശേഷങ്ങളും ഇന്നത്തെ അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.